Hi friends, ExoticBeast in another episode like വീണ്ടും സ്വാഗതം. ആമസോണിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാം അതാണ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ കണ്ടന്റ്. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിത് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്ര വേണം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഈ ഒരു ബെൽ ഐക്കണും കൂടെ ഒന്ന് ഓണാക്കി ഇട്ടേക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലായ ExoticBeastന്റെ വക എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോൺ, അതായത് Amazon.in, നമുക്കറിയാം ആമസോൺ എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റാണ്. അപ്പോൾ ആമസോൺ പോലൊരു കമ്പനി നമുക്ക് സാധാരണക്കാരനായ ഒരാൾക്ക് പൈസ തരണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിരിക്കണം ഉറപ്പായിട്ടും. ആമസോൺ എന്നല്ല, ഏതൊരു കമ്പനി ആയാലും നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർ നമുക്ക് പേ ഔട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആമസോണിൽ ഒരു അക്കൗണ്ടാണ്. ആമസോണിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ആമസോണിൻ്റെ ഒരു അക്കൗണ്ടാണ്. ആമസോണിൻ്റെ ഒരു അക്കൗണ്ട് വേണം. പിന്നെ അതിന് പുറമെ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആമസോണിൻ്റെ തന്നെ ഈ പറയുന്ന പോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിലൂടെ പണം നേടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അക്കൗണ്ട് വേണം. അപ്പോൾ ആമസോൺ നമുക്ക് പൈസ തരണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്നല്ലേ, ആമസോണിൻ്റെ പ്രോഡക്ട്സ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിലൂടെ ആരെങ്കിലും ആമസോണിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ആമസോൺ അതിൻ്റെ ഒരു 10% കമ്മീഷൻ നമുക്ക് തരും. അത് തന്നെയാണ് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ പല വീഡിയോസൊക്കെ ടെക് വീഡിയോസൊക്കെ കാണുമ്പോൾ അൺബോക്സിങ് വീഡിയോസ്, റിവ്യൂ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ പറയാറുണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ ഈ ഒരു ട്രൈപോഡ്, ഈ ഒരു മൊബൈൽ, പുതുതായിട്ട് ഇറങ്ങുന്ന മൊബൈലിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടെന്ന് പലരും പറയുന്ന കേൾക്കാം. ആ ലിങ്ക് വഴി കയറി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഇടുന്ന ആൾക്ക് ഒരു 10% അല്ലെങ്കിൽ കമ്പനി പറയുന്ന ഒരു നിശ്ചിത ശതമാനം കമ്മീഷനായിട്ട് ആ ലിങ്ക് ഇടുന്ന ആൾക്കുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ആ ലിങ്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെബ്സൈറ്റിലൂടെ തന്നെ ആയിരിക്കും അവർക്ക് ലിങ്ക് ഇടുന്നതും അതിലൂടെ അവർ ഏണിങ്സ് അവർക്ക് കിട്ടുന്നതും അതുവഴിക്ക് തന്നെ ആയിരിക്കും. യൂട്യൂബിലൂടെ മാത്രമല്ല, മറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ആമസോൺ വഴി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതിനുവേണ്ടി ആദ്യം ആമസോണിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ വെബ്സൈറ്റ് ഒന്ന് എടുക്കാം. ഇതാണ് ആമസോണിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ അതിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ലിങ്ക് ഉണ്ട്. ഇങ്ങനൊരു പേജാണ് നമുക്ക് വരുന്നത്. ആദ്യം എന്താണ് ആമസോണിൻ്റെ അഫിലിയേറ്റ് അസോസിയേറ്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ചോദിക്കുന്ന ആമസോണിൻ്റെ തന്നെ അക്കൗണ്ടാണ്. ആമസോണിൻ്റെ ഇമെയിൽ ഐ ഡിയും അതായത് നമ്പറും പാസ്വേഡൊക്കെ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ആമസോണിൻ്റെ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇവിടെ തന്നെ ആമസോണിൻ്റെ അക്കൗണ്ട് തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ആമസോണിൻ്റെ തന്നെ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഹോം പേജിലേക്കാണ്. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കയറിയത്. നമുക്ക് ഈ അക്കൗണ്ട് ഒന്ന് സൈൻ ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും പുതുതായിട്ട് ഒരാൾ കയറുന്ന ഈ ഒരു സൈറ്റിൽ ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സൈനപ്പ് കൊടുക്കണം. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ ആദ്യം വരുന്നത് ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അക്കൗണ്ട് ഇൻഫർമേഷൻസ്, അതിനകത്ത് നമ്മൾ ആമസോണിലേക്ക് കൊടുത്തേക്കുന്ന, അതായത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ അഡ്രസ്സൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ US-ലെ പേഴ്സൺ ആണോ അല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നോ കൊടുക്കുക. നോ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ, നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അടുത്തൊരു പേജിലേക്ക് പോകുന്നു. അങ്ങനെ രണ്ടാമത്തെ പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മൊബൈൽ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ്, വീഡിയോയുടെ ലിങ്ക് അല്ല. ഒരു യൂട്യൂബ് ചാനൽ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കുക. അന്നേരം നമുക്ക് അടുത്ത പേജിലേക്ക് പോകും. പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു പേജ് കണ്ടോ, ഇതാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്ന പേജ്. ഇത് നമ്മൾ ഡയറക്റ്റ് കണ്ടിന്യൂ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ 4-മത്തെ, അതായത് ഈ സ്റ്റാർട്ട് യൂസിങ് അസോസിയേറ്റ് സെൻട്രൽ എന്ന് പറയുന്ന ഒരു മെയിൻ പേജിലേക്ക് പോകും. അതായത് ആമസോൺ അസോസിയേറ്റ്സിൻ്റെ ഹോം പേജ്, അതിലേക്ക് എത്തും.
അപ്പോൾ ഞാനിപ്പോൾ ഇതെനിക്ക് ഒരിക്കൽ ഞാൻ ഫിനിഷ് ചെയ്തുകൊണ്ട് എനിക്കത് വീണ്ടും ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു അക്കൗണ്ട് വഴി നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ അസോസിയേറ്റ് ഐ ഡി, ആമസോണിൻ്റെ ഐ ഡി, പിന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ എന്തിനെക്കുറിച്ച് നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ചാനൽ എന്തിനെക്കുറിച്ചാണ്, വെബ്സൈറ്റ് എന്തിനെക്കുറിച്ചാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതേണ്ടതാണ്. പിന്നെ പ്രൈമറി ടോപ്പിക്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ലിങ്ക്സ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൊടുക്കാം. HTML എഡിറ്ററാണോ ബ്ലോഗറാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ വെബ്സൈറ്റിൻ്റെ, അതായത് എത്ര വിസിറ്റേഴ്സ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ കയറുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതും അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ക്യാപ്ഷൻ കൊടുത്ത് ബാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫിനിഷിംഗ് ബട്ടണിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് അടുത്ത 4ാമത്തെ സ്റ്റാർട്ട് യൂസിങ് അസോസിയേറ്റ് സെൻറ്റർ എന്നൊരു പേജിലേക്ക് പോകും. അതിപ്പോൾ ഞാൻ ആ പേജിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ഒരു ആമസോൺ അസോസിയേഷൻ്റെ മെയിൻ പേജ്. നമ്മൾ എല്ലാം ലോഗിനും പ്രൊഫൈലിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ലോഗിൻ ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഹോം പേജ്. ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഹോം സെലക്ട് ചെയ്യുക. ഹോം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തേക്ക് കാണാൻ നമുക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ചാർട്ട് പോലെ ഇങ്ങനെ വരുന്നുള്ളൂ താഴെ. അതായത് നമ്മുടെ ഏണിങ്സ്, ഓവർവ്യൂ ഏണിങ്സ്, നമ്മുടെ ലാസ്റ്റ് കുറച്ച് കാലത്തെ എന്താണ് ഇതിൽ കാണിച്ചിരിക്കുന്ന അവസാനത്തെ 30 ദിവസത്തെ ട്രാഫിക്കാണ്. നമ്മുടെ ലിങ്കിലൂടെ എത്ര പേര് കയറിയിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ ടോട്ടൽ ക്ലിക്സ് എനിക്ക് വന്നിരിക്കുന്നത് 25ആണ്. ടോട്ടൽ ഫീസ് 14 രൂപ വന്നിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ക്ലിക്ക്, ഒരാൾ മാത്രമേ എൻ്റെ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ തുടങ്ങിയിട്ടൊരു 10-12 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വന്നിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി മേളിൽ നമ്മുടെ മെയിലിലൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ കൂടൊപ്പം തന്നെ നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അക്കൗണ്ട് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് മെനൂസൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ കൊടുത്ത ആപ്പ്, ഇപ്പം നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഒരെണ്ണം കൂടെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം. എഡിറ്റ് യുവർ മൊബൈൽ ആപ്സ് ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും. ഇതാട്ടില്ലേ, ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് പോവാം. ഈ പുറകിലേക്ക് വരാം. ഇനി നമുക്ക് കുറച്ച് കാര്യം, നമ്മുടെ ബാക്കി സൈറ്റ് ഇൻഫർമേഷൻസ്, നമ്മുടെ പ്രൊഫൈലൊക്കെ എഡിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ചെയ്യാം. പിന്നെ വന്നിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻസ്. നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടി ബാങ്കിലേക്കുള്ള കൊടുക്കാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ്, പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. പേയ്മെൻറ്റ് മെത്തേഡൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ടാക്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ടാക്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താഴെ ചേഞ്ച് യുവർ ടാക്സ് ഇൻഫർമേഷൻ എന്ന് പറയുന്നിടത്ത് ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കും. ഇനി നമുക്ക് ഇന്ന് ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതായത് മേളിൽ കാണുന്ന പ്രൊഡക്റ്റ് ലിങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് പ്രൊഡക്റ്റ് ലിങ്ക്സ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. അതിനകത്തേക്ക് നമുക്ക് എന്തിൻ്റെയാണ് നമുക്ക് കൊടുക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ എന്ത് പ്രൊഡക്റ്റിനാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്, അതായത് ഏതൊരു വെബ്സൈറ്റിലാണ് നമുക്ക് ട്രാഫിക് കൊണ്ടുവരേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു GoPro 8 എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയാണ് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത്. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആമസോണിൽ കൊടുക്കുന്നില്ലേ സെർച്ച്, അതുപോലെ തന്നെ നമുക്ക് ആമസോണിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സ് വരും അതേപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ നമ്മൾ സെലക്ട് ചെയ്യാം. അതിൻ്റെ ഗെറ്റ് ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ലിങ്ക് വരും. നമുക്ക് ഏതാണ് ആവശ്യം, നമ്മൾ ഈ ലിങ്ക് എടുത്ത് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുമ്പോൾ ആ ലിങ്കിലൂടെയാണ് ആൾക്കാർ കയറി ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് അടുത്ത് നമ്മൾ ഗെറ്റ് ലിങ്ക് കൊടുക്കുമ്പോൾ വരുന്നത്. ഈ ഒരു താഴെ വലിയ ബോക്സിൽ കാണുന്നതാണ് നമ്മുടെ മെയിൻ ലിങ്ക്. നമ്മൾ ഇനി മേളിൽ ടെക്സ്റ്റ് ഒള്ളി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കണം. അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് കാണാൻ പറ്റും HTML ലിങ്ക്, ഷോർട്ട് ലിങ്ക്, അങ്ങനെ 3 അതിനകത്തേക്ക് നമ്മൾ വലിയൊരു ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ചെറിയ ലിങ്ക് വരും. പിന്നെ ഷോർട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരെ ചെറിയ ലിങ്ക്. ഞാനിപ്പോൾ വെബ്സൈറ്റിലൊക്കെ കൊടുക്കുന്ന ഒരു മീഡിയം സൈസ് ലിങ്ക്, അതായത് ഈ ഒരു ടൈപ്പ് ലിങ്ക് ആണ്. പിന്നെ നടുക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ആവും. നമുക്ക് ഹൈലൈറ്റ് HTML എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് മൊത്തത്തിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഈ കോപ്പി ചെയ്ത ഈ ഒരു ലിങ്ക് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ലിങ്ക് കൊണ്ട് അതുപോലെ പേസ്റ്റ് ചെയ്യുക. അങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ആരെങ്കിലും അതിലൂടെ കയറി നിങ്ങളുടെ ലിങ്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് ഞാൻ കാണിച്ചു തരാം.
ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് ആഡായി കഴിഞ്ഞു. ഇനി ഹോം പേജിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി ഓരോരുത്തരും നമ്മൾ ആ ലിങ്കിലൂടെ കയറുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്, ഓരോ ഡേറ്റും ഉണ്ട്. ഇപ്പോൾ എന്താണ് ടോട്ടൽ ക്ലിക്സ് എനിക്ക് ഇപ്പോൾ 25 ആദ്യത്തെ അതിനകത്ത് ഞാനിവിടെ 21 തീയതിയാണ് തുടങ്ങിയത്. അപ്പോൾ 21 തീയതിയത്തെ വലിയൊരു ഒരു കുറ്റിവര കാണുന്നില്ലേ, 21 തീയതി 18 പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്പേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ അതിനുശേഷം 1-2 പേര് വെച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് അതിനുശേഷം ഒരു പ്രോഡക്റ്റ് ഓർഡർ ആയിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് ഷിപ്പായതിനു ശേഷം വന്നിട്ടുമുണ്ട്. അങ്ങനെ ടോട്ടൽ ക്ലിക്സ് 25. അതിനകത്ത് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ അന്ന് തന്നെ 18 ക്ലിക്ക് വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ടോപ്പായിട്ട് കാണിക്കുന്നത്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഓഗസ്റ്റ് 21, 2020 ക്ലിക്സ് 18. പക്ഷെ അപ്പോഴും ഫീസൊന്നും വന്നിട്ടില്ല, ഓർഡറൊന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നീട് എപ്പോഴോ ഇടയ്ക്ക് ഓർഡർ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ക്ലിക്സ് വന്നിട്ടുണ്ട്. പിന്നെ 28 തീയതിയിൽ ആണ് എനിക്കൊരു ഓർഡർ ഓർഡർ ആയതിനു ശേഷം അത് ഷിപ്പായതിൻ്റെ ആ ഒരു ഡേറ്റാണ് ഓഗസ്റ്റ് 29. അപ്പം അന്നാണ് ഫസ്റ്റ് ഓർഡർ ഷിപ്പായ അതിൻ്റെ കമ്മീഷൻ എനിക്ക് കിട്ടുന്നത്. അത് ഞാൻ ചെറിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇട്ടുന്നത്. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഇടുന്നതിനനുസരിച്ച് ഒരു 10% തന്നെ കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 450-460 രൂപ ആ ഒരു റേഞ്ചിലുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മീഷനായിട്ട് എനിക്ക് ജസ്റ്റ് 14 രൂപ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമുക്കിനി എങ്ങനെ നമുക്ക് ഈ ഒരു എമൗണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. വ്യൂ ഫുൾ റിപ്പോർട്ട്സ് നമുക്ക് എടുക്കാം. ഫുൾ റിപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ടോട്ടൽ ഏർണിങ്സ് 14. ഇപ്പോൾ അത്ര ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് ഫീ ഷെഡ്യൂൾ, പേയ്മെൻറ്റ് ഹിസ്റ്ററി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പറയുന്നുണ്ട്, മിനിമം അക്കൗണ്ടിൽ 1000 രൂപ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ അങ്ങനെ 1000 രൂപ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ അക്കൗണ്ടിൽ പൈസ 1000 രൂപ ആയതിനു ശേഷവും നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാവും. ആദ്യമേ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ടാക്സ് ഇൻഫർമേഷൻസ് ഒക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ആദ്യമേ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെരിഫൈ ചെയ്യാൻ അവർക്ക് കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നേരത്തെ ഫിനിഷ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആമസോണിലൂടെ പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൊഡക്റ്റ് ലിങ്കിൽ കൊടുക്കുക, അതിൻ്റെ ഓപ്ഷൻസുകൾ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഓരോ ലിങ്ക് ഇടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് ഈ ഹോം പേജിൽ ചാർട്ടിലൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആമസോൺ അസോസിയേറ്റ്സ്, അതായത് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ പൈസ ഉണ്ടാക്കുന്ന വിധം. ഇത് ആമസോണിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങളിൽ ഒരെണ്ണം മാത്രമാണ്. അപ്പോൾ മച്ചാന്മാരെ ഇത്രയും കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി, നമുക്ക് ആമസോണിൽ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു കരുതുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ആമസോണിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളത് അത് കയറി നോക്കണം. എല്ലാവർക്കും ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാം ചില സ്ഥലങ്ങളിൽ. പക്ഷെ എന്നാലും നമുക്ക് മലയാളികൾക്ക് ഓണം ഒന്നേ ഉള്ളൂ, വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പോൾ ഓണം എന്തായാലും എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ ഇനിയും നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതൊരു ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.